ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചിക്കൻ 1.25 ചിക്കനാണിത്. ഇതുകൊണ്ട് ചിക്കൻ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. അതിനായി നല്ല കഴുകി വൃത്തിയാക്കിയ ചിക്കൻ, ഇതെല്ലാം കൂടെ 1.25 കിലോ ചിക്കനുണ്ട്. ഇതെല്ലാം പീസായി അരിഞ്ഞ് 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ വരട്ടി ഉണ്ടാക്കുന്നതിനായി ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ: ഒരു 5 മീഡിയം സവാള ചെറുതായി അരിഞ്ഞത്, 2 പഴുത്ത തക്കാളി അരിഞ്ഞത്, ഒരു കൂടം വെളുത്തുള്ളി ചാച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചാച്ചത്, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ലാസ്റ്റ് ചേർക്കാനായി, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിൽ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. ചിക്കനിലുള്ള വെള്ളവും തേങ്ങാപ്പാലും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു സ്റ്റവ് കത്തിച്ച് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. പാത്രം ചൂടാകുമ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. അത് ഇളക്കി പച്ചമണത്തെ മാറും. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഉള്ളി ചേർക്കാം. അതോടൊപ്പം മിക്സ് ചെയ്യും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി ലോ ഫ്ലെയിം ആക്കി നമുക്കൊന്ന് വഴറ്റാം. നല്ലതുപോലെ വഴലണം. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വഴറ്റും. നമുക്ക് അടപ്പൊന്ന് തുറക്കാം. ഉള്ളിയൊക്കെ ചെറുതായി വഴണ്ടിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒന്ന് ഈ ഓയിലൊന്ന് വഴറ്റിയ ശേഷം 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ഒപ്പം ചേർക്കാം. അത് ഈ ഉള്ളിയിൽ കിടന്നൊന്ന് നോക്കട്ടെ. എല്ലാം കൂടെ മിക്സ് ചെയ്യും. വീണ്ടും നമുക്ക് അടച്ച് വെച്ച് 1 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റും. അടപ്പൊന്ന് തുറക്കാം. ഉള്ളിയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ഈ എണ്ണയിലൊന്നും ചെറുതായി ഒന്ന് മൂപ്പിക്കാം. എല്ലാം കൂടെ ചേർത്തൊന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് തക്കാളി ചേർക്കാം. അത് ഇതിനോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യും.
അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റണം. അടപ്പൊന്ന് തുറക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ സമയം നമുക്ക് തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. ആദ്യം മീഡിയം ഫ്ലെയിമിൽ അത് തിള വരുമ്പോൾ ലോ ഫ്ലെയിമിൽ. നമ്മൾ ഇതിലൊട്ടും വെള്ളം ചേർക്കുന്നില്ല. അടപ്പൊന്ന് തുറന്നു ഇപ്പം തിള വരുന്നുണ്ട്. വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. നിന്ന് വെള്ളം ഇറങ്ങി ചിക്കനെല്ലാം വെന്തിട്ടുണ്ട്. നമ്മളൊട്ടും വെള്ളം ചേർത്തതല്ല. ഈ സമയം നമുക്ക് ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൊടുത്ത് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. മീഡിയം ഫ്ലെയിം ആക്കാം. ചിക്കനൊക്കെ വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. നല്ല കട്ടി തേങ്ങാപ്പാൽ അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പില കൂടെ ലാസ്റ്റ് ചേർക്കാം. ചിക്കൻ പറ്റിച്ചത് റെഡി. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തതല്ല. എല്ലാം ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇരുന്നൊന്ന് വറ്റട്ടെ. അടപ്പൊന്ന് തുറക്കാം. ചിക്കൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇരുന്ന് കുറേ വറ്റും. തേങ്ങാപ്പാലിൻ്റെ വെള്ളമാണ് ഈ കാണുന്നത്. ചിക്കൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണും. ഇത് ചോറിൻ്റെയും ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇരുന്ന് തണുത്ത ശേഷം ഇത് ഗ്രേവിയെല്ലാം ഇതാവും. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. ചിക്കൻ വരട്ടിയത് റെഡി. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചിക്കൻ വരട്ടിയത് റെഡി.